കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പറായ DHIC 104 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മെഡീവൽ വേൾഡ് എന്ന പേപ്പറാണ്. നമ്മളുടെ ഈ ഒരു പേപ്പറിനെ തന്നെ നമ്മൾ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് റോമൻ റിപ്പബ്ലിക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം 7th to 14th സെഞ്ചുറി. തേർഡ് ബ്ലോക്ക് റിലീജിയൻ, ഇക്കോണമി ആൻഡ് ആൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻസ്. ദെൻ ഫോർത്ത് ബ്ലോക്ക് സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. സോ ഈ 4 ബ്ലോക്സിലാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഇനി ഡിസംബർ എക്സാമിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമുക്ക് ഹൈലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഡെപ്തായി അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിലൂടെയാണ് നമുക്ക് ഇനി ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. അപ്പം ഇവിടെ നമ്മുടെ BHIC 104 ടോട്ടൽ 4 ബ്ലോക്സ് ഉണ്ട്. 4 ബ്ലോക്സിലുമായിട്ട് ഡിഫറെന്റ് യൂണിറ്റ്സും ഉണ്ട്. ഓരോ യൂണിറ്റിന്റെ കീഴിലും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും വരുന്നുണ്ട്. സോ ഈ ഓരോ ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ്, അതിന് എത്രത്തോളം നമ്മൾ അതായത് ഓരോ ടോപ്പിക്കിനെയും നമ്മൾ ഹൈ റെലവെന്റ് വരുന്ന ടോപ്പിക്, മീഡിയം റെലവെന്റ് വരുന്ന ടോപ്പിക്, ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ രണ്ടാമതായി എക്സാം പാറ്റേൺ അനാലിസിസ്. ഈ ഒരു പേപ്പറിൽ നിന്നും ഏത് രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഏതൊരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഓരോ ക്വസ്റ്റ്യൻസിനും എത്രത്തോളം മാർക്കാണ് ഉണ്ടാവുക, അതിന് നമ്മൾ എത്രത്തോളം ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ തേർഡ് വൺ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത്തരം ടോപ്പിക്സ് ഏതാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറയും. അങ്ങനെ ഏകദേശം 10ഓളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തവണ ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ട്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ട്, ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ട്. അപ്പം ഈ ഓരോ ടോപ്പിക്സും എത്രത്തോളം എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ. ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, കോമൺ ആയിട്ട് ഏതൊക്കെ വേർബ്സ് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക, എത്രത്തോളം മാർക്സ് ആണ് ഉണ്ടാവുക, എത്ര ടൈം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ മെത്തഡോളജിയിലേക്ക് വരുമ്പം നമ്മുടെ ഈ ഒരു സെഷന്റെ പേര് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളതാണ്. സോ ഇവിടെ BHIC 104 എന്നുള്ള പേപ്പറിൽ ഇഗ്നോ മുൻവർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇൻഡെപ്തായി അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിലബസുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇനി ഇത്തവണ എക്സാമിന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ പല ടോപ്പിക്സിൽ നിന്നും. സോ അത്തരം ടോപ്പിക്സിന് നമ്മൾ ഇനി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ടോ, നമുക്ക് ഹൈലി പ്രോബബിൾ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതോട് കൂടിയിട്ടാണ്. നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
ഒരു ടോപ്പിക്ക് ഹൈ റെലവെന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഏകദേശം 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കണം. ഇനി മീഡിയം റെലവെന്റ് ആണ് ഒരു ടോപ്പിക് എന്ന് പറയണമെങ്കിൽ 5 to 9 ടൈംസ് ആയിരിക്കും ആ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവുക. ഈ ലോ റെലവെന്റ് ആണ് എന്ന് പറയണമെങ്കിലോ 5ൽ കുറവ് തവണ മാത്രമേ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള കാലയളവിൽ ഇഗ്നോ നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഓരോ തീമിലെയും ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തീമിലെ ഫസ്റ്റ് യൂണിറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളതാണ്. അതിലെ റിപ്പബ്ലിക്കൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെനറ്റ്, അസംബ്ലീസ്, കോൺഫ്ലിക്ട് ഓഫ് ദ ഓർഡേഴ്സ്, ട്രൈംവറൈറ്റ്സ്, പാക്സ് റൊമാന, ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ റിപ്പബ്ലിക് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. 8 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ തീം 1 തന്നെ യൂണിറ്റ് 2 നിന്നുള്ള ഇക്കോണമി ഓഫ് ദ റോമൻ റിപ്പബ്ലിക്, സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സ്ലേവ് എക്കോണമി, റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആസ് എക്സ്പ്രഷൻസ് ഓഫ് സോഷ്യൽ ഓർഡർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ തീം 1 തന്നെ യൂണിറ്റ് 3 നിന്നുള്ള റിലീജിയസ് വേൾഡ് ഓഫ് ദ റോമൻസ് ആസ് എ സിവിലൈസേഷൻ ഓഫ് ബോറോവിങ്സ്, റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ വേൾഡ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 4 ക്രൈസിസ് ഓഫ് ദ ലേറ്റ് റോമൻ എംപയർ, പൊളിറ്റിക്കൽ അനാർക്കി, മിലിറ്ററി ഡിക്ലൈൻ, ഇമ്പാക്ട് ഓൺ ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഇനി നമ്മൾ തീം 2 വരുമ്പോൾ തീം 2 യൂണിറ്റ് 5 നിന്നുള്ള കോൺസെപ്റ്റ് ആൻഡ് ചീഫ് കോമ്പണൻസ് ഓഫ് ഫ്യൂഡലിസം, ലോർഡ് വാസൽ ടൈസ്, നൈറ്റ്സ് ആസ് ഏജന്റ്സ് ഓഫ് സിഗ്നേറിയൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 6 ഫേസസ് ആൻഡ് ഡീക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ളതാണ് യൂണിറ്റ് 6 പേര്. അതിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസസ് ഓഫ് ഫ്യൂഡലിസം, അഗ്രാരിയൻ ഓർഗനൈസേഷൻ, ഡീക്ലൈൻ ആൻഡ് ഡിബേറ്റ്സ് ഓൺ ദ ഒറിജിൻസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ തീം 3 യൂണിറ്റ് 7 നിന്നുള്ള ഒരു ടോപ്പിക് ആണ് ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പ് ആസ് ക്രിസ്ത്യൻഡം, പോപ്പുലർ റിലീജിയസ് കൾച്ചർ, എക്സാമ്പിൾ ഗോളിയാഡ് പോയിറ്റ്സ്. ഇത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ തീം 3 തന്നെ യൂണിറ്റ് 8 നിന്നുള്ള ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ആർട്ടിസൻസ് ആൻഡ് ഗിൽഡ്സ്, ടെക്സ്റ്റൈൽസ്, ഷിപ്പ് ബിൽഡിംഗ്, വൈൻ മേക്കിംഗ്, ഗ്ലാസ് ഇൻഡസ്ട്രി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 9 ട്രേഡ് ഇൻ മിഡീവൽ യൂറോപ്പ്, ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ്, നോട്ടബ്ലി ജൂയിഷ് ആൻഡ് അർമേനിയൻ മെർച്ചൻസ്, ക്രെഡിറ്റ്, മണി ലെൻഡിങ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ്, ഓഷ്യാനിക് ട്രേഡ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 9 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10 മിഡീവൽ എംപയേഴ്സ് ഓഫ് മൊറോക്കോ, അൽമറോവിഡ്സ്, അൽമൊഹാഡ്സ്, മരിന്ദിസ്, ദെൻ ഗ്രേറ്റ് സിംബാബ്വെ, എത്യോപ്യൻ ലാൻറ്റനേഴ്സ് ആൻഡ് കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 11 അസ്ഡെക് പൊളൈറ്റി, ഇക്കോണമി, സൊസൈറ്റി ആൻഡ് റിലീജിയസ് ബിലീഫ്സ്, ഇൻക അച്ചീവ്മെന്റ്സ് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 12 പ്രീ ഇസ്ലാമിക് അറേബ്യൻ സൊസൈറ്റി, റിലീജിയൻ ആൻഡ് ജഹീലിയ, അറബിക് ലിറ്ററേച്ചർ, ക്യാമൽ നൊമാഡിസം എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Then unit 13 theories on the rise or emergence of Islam, Meccan trade, nativist, revisionist, links to crusades and Islam, West encounters എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Then unit 14 political consolidation under Umayyads and Abbasids, taxation and divans, കോട്ട്ലി കൾച്ചർ ആൻഡ് എസ്തെറ്റിക്സ് അണ്ടർ ദ ഉമയ്യദ്സ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 15 കരീജിദസ്, ഷിയ, മുതാസില, ഫസ്റ്റ് സിവിൽ വാർ, റൈസ് ഓഫ് സൂഫി ഓർഡേഴ്സ് ആൻഡ് പോപ്പുലർ റിലീജിയസിറ്റി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 16 അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ,
റോൾ ഓഫ് അറബ് മെർച്ചൻസ് ഇൻ വൈഡർ ഏഷ്യൻ ട്രേഡിംഗ് വേൾഡ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സിലബസ് മാപ്പിംഗിൽ തന്നെ നമ്മൾ ഓരോ ബ്ലോക്സും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിലായിട്ട് നമുക്ക് ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോ തീംസും, ദെൻ വൈ ആക്സിസിലായിട്ട് ആ തീമിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണാം. ഇവിടെ നമ്മൾ ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് ഈ ഒരു ബാർ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും തീം 3യിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് തീം 4ൽ നിന്നും തീം 1ൽ നിന്നുമാണ്. തീം 2ൽ നിന്നും താരതമ്യേന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും 4 ബ്ലോക്സിൽ നിന്നും അല്ലെങ്കിൽ 4 തീംസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് ഇൻ മിഡീവൽ യൂറോപ്പ്, യൂണിറ്റ് 8ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണിത്. സോ ഇവിടെ നമുക്ക് 8 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ്, ക്രാഫ്റ്റ്, ആർട്ടിസൻസ് കണ്ടീഷൻ, ടെക്സ്റ്റൈൽസ്, ഷിപ്പ് ബിൽഡിംഗ്, വൈൻ ആൻഡ് ഗ്ലാസ്, ഈ ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തിട്ട് ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ടും ഏകദേശം 8ഓളം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഈ ടോപ്പിക്സിൽ നിന്നും വന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ഇൻ മിഡീവൽ യൂറോപ്പ്, യൂണിറ്റ് 9ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇവിടെ പാറ്റേൺസ് ഓഫ് ട്രേഡ്, ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, ക്രെഡിറ്റ്, മണി ലെൻഡിങ്, ഓഷ്യാനിക് നെറ്റ്വർക്ക്സ് എന്നുള്ള ടോപ്പിക്സിൽ നിന്നും ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ തേർഡ് വൺ ഉമയ്യദ് ആൻഡ് അബ്ബാസിഡ് കാലിഫേറ്റ്സ്, യൂണിറ്റ് 14ൽ നിന്നുള്ള ടോപ്പിക് ആണ്. സോ ഇവിടെ പൊളിറ്റിക്കൽ ചേഞ്ച്, ടാക്സേഷൻ, ദിവാൻസ്, കോർട്ട്ലി കൾച്ചർ എന്നുള്ള ടോപ്പിക്സിൽ നിന്നും 15 മാർക്കിന്റെ അനലിറ്റിക്കൽ എസ്സേസ് ആയിട്ട് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അങ്ങനെ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് ഇൻ മിഡീവൽ യൂറോപ്പ്, സെക്കൻഡ് വൺ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ഇൻ മിഡീവൽ യൂറോപ്പ്, തേർഡ് വൺ ഉമയ്യദ് ആൻഡ് അബ്ബാസിഡ് കാലിഫേറ്റ്സ്. ദെൻ ഈ 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് കണക്റ്റഡ് ടോപ്പിക്സ്. ഇപ്പൊ കണക്റ്റഡ് ടോപ്പിക്സിൽ വരുന്നതാണ് ഫ്യൂഡലിസം, then crisis of late Roman Empire, then Christianization or Christendom and Islamic sects and Sufism. ഇതാണ് പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കണക്റ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്നും പൊതുവെയായിട്ട് കമ്പാരറ്റീവ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ കണക്റ്റഡ് ടോപ്പിക്സ് ആണ്. ഫ്യൂഡലിസം, ക്രൈസിസ് ഓഫ് ദ ലേറ്റ് റോമൻ എംപയർ, ക്രിസ്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻഡം ആൻഡ് ഇസ്ലാമിക് സെക്ട്സ് ആൻഡ് സൂഫിസം എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്ന് നോക്കാം. അപ്പൊ പൊതുവെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് നമ്മളുടെ എക്സാമിന് PHIC 104 എന്നുള്ള ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും ലോങ് എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കാറുള്ളത്. അപ്പം 6 ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 ഷോർട്ട് നോട്ട് ക്ലസ്റ്റേഴ്സും ഉണ്ടാവും. 6 ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് പ്ലസ് 2 ഷോർട്ട് നോട്ട് ക്ലസ്റ്റേഴ്സ്, അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ആയിട്ട് നമുക്ക് ഉണ്ടാവാറുള്ളത്. ലോങ് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 1 to 3 എന്തായിരിക്കും, നമ്മുടെ സെക്ഷൻ വൈസ് ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ സെക്ഷൻ 1ലെ ക്വസ്റ്റ്യൻ 1 to 3 ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ സെക്ഷൻ 2ലെ ക്വസ്റ്റ്യൻ 5 to 7 ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ ലോങ് എസ്സേ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഏകദേശം ഒരു 350 to 450 വേർഡ്സിലായിരിക്കും നമ്മൾ ലോങ് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സിൽ നമുക്ക് സെക്ഷൻ 1ൽ ക്വസ്റ്റ്യൻ 4ഉം ദെൻ സെക്ഷൻ 2ലെ ക്വസ്റ്റ്യൻ 8ഉം ആയിരിക്കും ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഉണ്ടാവുക. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമാണ് ഉണ്ടാവുക. 180 to 220 വേർഡ്സിലായിരിക്കണം നമ്മൾ ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ആദ്യം തന്നെ ലോങ് എസ്സേ ക്വസ്റ്റ്യന്. ലോങ് എസ്സേ ക്വസ്റ്റ്യന് നമ്മൾ പറഞ്ഞു ടോട്ടൽ 20 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ 400 വേർഡ്സിലാണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ പൊതുവെ നമ്മൾ ഈ ഒരു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡലിസം, റൈസ് ഓഫ് ഇസ്ലാം, ഇതൊക്കെയാണ്
ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഇപ്പൊ ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ നമ്മളുടെ മെയിൻ ബോഡിയാണ് വരുന്നത്. അപ്പൊ മെയിൻ ബോഡിയിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ എഴുതുക, അതിൽ എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്യിക്കുക. ദെൻ നമ്മളുടെ എന്തുകൊണ്ടാണ് ആ ഒരു കാരണം എന്താണ്, സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂഡലിസം ഒക്കെ ആണെങ്കിലും അതിന്റെ കോസസ്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ദെൻ അതിൽ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഡിഫറെന്റ് ഹിസ്റ്റോറിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എന്താണ് ഇതിനെ കുറിച്ചിട്ട്. ദെൻ ഫൈനലി എന്താ ചെയ്യുക, നമ്മളൊരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. അപ്പം ഇൻട്രൊഡക്ഷന്, മെയിൻ ബോഡിയിൽ എന്തൊക്കെ വേണം, കോസസ്, കോൺസിക്വൻസസ്, ദെൻ നമ്മളൊരു ഹിസ്റ്റോറിയോഗ്രഫി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി എക്സാമ്പിൾസ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും ആഡ് ചെയ്യാം. ദെൻ ഒരു കൺക്ലൂഷന്. ഈ രീതിയിലാണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. 20 മാർക്സ് ആണ്, 400 വേർഡ്സ്. ദെൻ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പൊ നമുക്ക് 2 ഷോർട്ട് നോട്ട് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. നമ്മളോട് ഇപ്പം സെക്ഷൻ 1-ലാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഷോർട്ട് നോട്ട് ആയിട്ട് ഉണ്ടാവുക. അതിൽ പറയാം റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോവിങ് എന്നുള്ള രീതിയിലാണ്. അപ്പം 4 മിനി ടോപ്പിക്സ് തരും, അതിൽ നിന്നും 2 ടോപ്പിക്സിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മൊത്തത്തിൽ ഷോർട്ട് നോട്ട്സിന് 20 മാർക്സ്. ഇപ്പൊ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആദ്യം എഴുതാം, ദെൻ ഒരു 2-3 കീ ഫീച്ചേഴ്സ് എഴുതാം, അതിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാം. ഇപ്പൊ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ഭയങ്കര വിശദീകരിച്ച് എഴുതാണ്ട് നമ്മളുടെ മെയിൻ പോയിന്റ്സ് വളരെ പ്രിസൈസ് ആയിട്ട് ഷോർട്ട് നോട്ട്സിൽ എഴുതാന്നുള്ളതാണ്. ദെൻ നമ്മളുടെ ഈ ഒരു 2021 to 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് പൊതുവെ ഈ 2 പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കേസ് സ്റ്റഡീസ് ആയിട്ടോ അല്ലെങ്കിൽ MCQ ആയിട്ടോ ന്യൂമറിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ഫോർമാറ്റിലൊന്നും ക്വസ്റ്റ്യൻസ് ഇതുവരെ ഈ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ബ്ലോക്സ്. ഓരോ ബ്ലോക്സിൽ നിന്നും അല്ലെങ്കിൽ ഓരോ തീമിൽ നിന്നും എത്ര പെർസെൻറ്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇപ്പൊ തീം 1 റോമൻ റിപ്പബ്ലിക് ആൻഡ് എംപയർ എന്നുള്ളതാണ്. അതിൽ നമ്മൾ പൊളിറ്റിക്സ്, ഇക്കോണമി, റിലീജിയൻ, ക്രൈസിസ് ഓഫ് എംപയർ, അതിൽ ഏകദേശം 22 പെർസെൻറ്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 44 ആണ്. ദെൻ തീം 2-ൽ നിന്നും 11 പെർസെൻറ്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 22 ആയിരുന്നു ആവറേജ് മാർക്ക്. ദെൻ തീം 3-ൽ നിന്നും 40 പെർസെൻറ്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 80 ആയിരുന്നു ആവറേജ് മാർക്ക്. തീം 4-ൽ നിന്നും 27 പെർസെൻറ്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 54 ആണ് ആവറേജ് മാർക്ക്. സോ ഇവിടെ ഹൈ വെയിറ്റേജ് വരുന്ന ബ്ലോക്സ് അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് തീം 3, തീം 4 ആൻഡ് തീം 1 ആണ്. തീം 3-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഓരോ തീമിൽ നിന്നും ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല, സോറി, നമ്മളുടെ മാർക്കിന്റെ ഓരോ തീമിൽ നിന്നും എത്രത്തോളം മാർക്ക് വന്നു എന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള എക്സാംസിന് ഒരു ഫോർമാറ്റ് എന്താണ്, സ്റ്റേബിൾ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 75% എസ്സേസും 25% ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെയും ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പുതിയതായിട്ടുള്ള ഫോർമാറ്റിലൊന്നും ചോദിച്ചിട്ടില്ല. MCQs ഒന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. ദെൻ നമ്മൾ ഒരു കണ്ടന്റ് വെയിറ്റിംഗിലേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് 5 പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീം 3-ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നീട് ക്വസ്റ്റ്യൻസ് വരുന്നത് തീം 4-ൽ നിന്നുമാണ്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന തീംസ് എന്ന് പറയുന്നത് തീം 3 ആൻഡ് തീം 4 ആണ്. തീം 3-ൽ നിന്നും ഏകദേശം 40% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും തീം 4-ൽ നിന്നും 27% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആണ് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ എസ്സേസ് ഒക്കെ എഴുതുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു 20 മാർക്കിന്റെ എസ്സേസ് എഴുതുന്ന സമയത്ത് അതിൽ ജസ്റ്റ് ആ ഒരു നറേഷൻ എന്നതിലുപരി, വാട്ട് എന്നതിലുപരി വൈ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് എന്തെങ്കിലും ഉണ്ടോ, അതിനെ നമ്മൾ എന്താക്കുക, ജസ്റ്റ് നറേഷൻ എന്നതിലുപരി അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവിടെയായിരിക്കും നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പം ജസ്റ്റ് വാട്ട് എന്നതിലുപരി വൈ, അതുപോലെ തന്നെ ഇന്റർപ്രറ്റേറ്റീവ് ആയിട്ട് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് ഈ എസ്സേസിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഇപ്പൊ 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ മെയിൻ ഹിസ്റ്റോറിക്കൽ തിയറീസ് എക്സ്പ്ലെയിനിങ് ദ റൈസ് ഓഫ് ഇസ്ലാം, ഹൈലൈറ്റിംഗ് ദെയർ കോർ ആർഗ്യുമെന്റ്സ്. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 5 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡിസംബർ 2021, ജൂൺ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024 ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നേറ്റിവിസ്റ്റ് തിയറി ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, എക്സാമിൻ ദ ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ medieval യൂറോപ്പ് വിത്ത് റെഫറൻസ് ടു കീ ക്രാഫ്റ്റ്സ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ആർട്ടിസൻസ്. 5 തവണയാണ് ചോദിച്ചത്. ജൂൺ 2022, ഡിസംബർ 2022, ഡിസംബർ 2023. ദെൻ ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ജൂൺ 2022 ഡിസംബർ 2022 ഡിസംബർ 2023 എസ്സേ ആയിട്ടും പ്ലസ് ഷോർട്ട് നോട്ട് ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ തേർഡ് ടോപ്പിക് അല്ലെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, give an account of the trading networks of American merchants and explain the reasons for their commercial success. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2021, ജൂൺ 2024, ജൂൺ 2025 വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് വൺ, ഡിസംബർ 2021, ഡിസംബർ 2022, ഡിസംബർ 2023 ആയിട്ട് 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ അച്ചീവ്മെന്റ്സ്, characteristics of the Inca civilization with reference to polity, economy, society or architecture. Then fifth one, 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Who were the Aztecs? Discuss their society, beliefs and or polity and the economy. Then sixth one, 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. What are the chief components or features of feudalism in medieval Europe? Then seventh one, 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് റോമൻ സൊസൈറ്റി. ദെൻ എയ്ത്ത് വൺ, 2 തവണയാണ് ചോദിച്ചത്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദ ഇക്കോണമി ഡ്യൂറിംഗ് ദ റോമൻ റിപ്പബ്ലിക്. ദെൻ നയൻത്ത് വൺ, അക്കൗണ്ട് ഫോർ ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ദ ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ്. ഇതും 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ 10th വൺ, 2 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ റോമൻ എംപയർ ആൻഡ് കമന്റ് ഓൺ ദ ഡീക്ലൈൻ ഓഫ് ദ സ്ലേവ് ഇക്കോണമി. ഇതും 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36 വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. സോ ഇവിടെ തിയറീസ് ഓൺ ദ റൈസ് ഓഫ് ഇസ്ലാം എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 5 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് ഇൻ medieval യൂറോപ്പ് എന്നുള്ള ക്വസ്റ്റ്യന് 18 ആയിരുന്നു ആവറേജ് മാർക്ക്. 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അർമേനിയൻ മെർച്ചൻസ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്നുള്ള ടോപ്പിക് 13.3 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. ദെൻ ഇൻക സിവിലൈസേഷൻ ആർക്കിടെക്ചർ എന്നുള്ളതും 13.3 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. അസ്ഡിക്സ്, പൊളൈറ്റി, സൊസൈറ്റി ആൻഡ് ബിലീഫ്സ് എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 13.3 ആയിരുന്നു. 3 തവണയാണ് ചോദിച്ചത്. ദെൻ ചീഫ് കോമ്പണൻസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം എന്നുള്ള ക്വസ്റ്റ്യന് 16.7 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. ദെൻ റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന ക്വസ്റ്റ്യന് 10 ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. ദെൻ ഇക്കോണമി ഓഫ് ദ റോമൻ റിപ്പബ്ലിക് 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 2 തവണയാണ് ചോദിച്ചത്. ദെൻ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ക്രിസ്ത്യനൈസേഷൻ എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 2 തവണയാണ് ചോദിച്ചത്. ദെൻ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ
15 ആയിരുന്നു ആവറേജ് മാർക്ക്, 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസും ഏതൊക്കെ ടീമിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നോ ആണെന്നുള്ളത് ഈ ഒരു സെക്കൻഡ് കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് അത് എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതും ഫോർത്ത് കോളത്തിൽ അതിന്റെ ആവറേജ് മാർക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസിനെ കാണിക്കുന്ന ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എത്രത്തോളം പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ളതിന്റെ ഒരു പൈ ചാർട്ട് ആണിത്. ഇനി നമുക്ക് ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രിൽ ഫുൾ ലെങ്ത് ആൻസേഴ്സ്. അപ്പം ഇവിടെ നമുക്ക് ലോങ് എസ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് 20 മാർക്കിന്റെ ടോപ്പിക്സിൽ നിങ്ങൾ ഒരു ഫുൾ ലെങ്തിലുള്ള ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ റൈസ് ഓഫ് ഇസ്ലാം, റോമൻ ഇക്കോണമി, ക്രിസ്ത്യാനിറ്റി, ഫ്യൂഡലിസം, ക്രാഫ്റ്റ്, ഈ ടോപ്പിക്സിനൊക്കെ ഒരു 5 മിനിറ്റിൽ ഔട്ട്ലൈൻ തയ്യാറാക്കാം. ദെൻ 12 to 15 മിനിറ്റ്സിൽ നിങ്ങൾ ആ ഒരു ഫുൾ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ 2 തവണ ഓരോ ടോപ്പിക്കും എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബിൽഡ് കമ്പാരറ്റീവ് നോട്ട്സ്. കമ്പാരറ്റീവ് നോട്ട്സ് എഴുതി വെക്കുക. ഇപ്പം അസ്ഡെക്സ് വേഴ്സസ് ഇൻകാസ്, റോമൻ ഇക്കോണമി വേഴ്സസ് സ്ലേവ് മോഡ്, ക്രാഫ്റ്റ് വേഴ്സസ് ട്രേഡ് ആൻഡ് മെർച്ചൻസ്, ഇങ്ങനെ ഒരു പേജിൽ വരുന്ന കമ്പാരറ്റീവ് നോട്ട്സ് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, ടാർഗറ്റ് ഷോർട്ട് നോട്ട് പ്രിസിഷൻ. ഇപ്പം ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ടും എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതായത് മിനി എസ്സേസ്, 200 വാക്കിൽ വരുന്ന മിനി എസ്സേസ്, അതിൽ 3-4 ബുള്ളറ്റ് പോയിന്റ്സ് ചെയ്ത ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ആ ഷോർട്ട് നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ടോപ്പിക്കിനും 2 തവണ എഴുതി പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. ഇനി ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ഇത്തവണ എക്സാമിന് വരാൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ടേബിൾ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തീമിലെ യൂണിറ്റ് 2-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് എക്കോണമി ഓഫ് ദ റോമൻ റിപ്പബ്ലിക്, അഗ്രാരിയൻ ആൻഡ് സ്ലേവ് ബേസ്ഡ്. അതിന് ലോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കാരണം 28.6% ആണ് പ്രോബബിലിറ്റി. ടീം 1-ലെ തന്നെ യൂണിറ്റ് 2-ൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡീക്ലൈൻ എന്നുള്ളത്. ഇത് മീഡിയം റെലവന്റ്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 42.9% ആണ് പ്രോബബിലിറ്റി. ദെൻ ടീം 1-ലെ യൂണിറ്റ് 2-ൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആസ് സോഷ്യൽ എക്സ്പ്രഷൻ. മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് പ്രോബബിലിറ്റി. ടീം 1-ലെ യൂണിറ്റ് 3-ൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ്. മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57.1% ആണ് പ്രോബബിലിറ്റി. ടീം 1-ലെ യൂണിറ്റ് 4-ൽ നിന്നുള്ള ക്രൈസിസ് ഓഫ് ദ ലേറ്റ് റോമൻ എംപയർ, പൊളിറ്റിക്കൽ അനാർക്കി ആൻഡ് മിലിറ്ററി ഡീക്ലൈൻ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് പ്രോബബിലിറ്റി. ദെൻ ടീം 2-ലെ യൂണിറ്റ് 5-ൽ നിന്നുള്ള ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം, ലോർഡ് വാസൽസ്, സിഗ്നോറിയൽ ടൈസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 85.5% ആണ് പ്രോബബിലിറ്റി. ദെൻ ടീം 2-ലെ യൂണിറ്റ് 6-ൽ നിന്നുള്ള ഫേസസ് ആൻഡ് ഡീക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് പ്രോബബിലിറ്റി. ദെൻ ടീം 3-ലെ യൂണിറ്റ് 8-ൽ നിന്നുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് ഇൻ മിഡീവൽ യൂറോപ്പ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ് യൂണിറ്റ് 8-ലെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് ഇൻ മിഡീവൽ യൂറോപ്പ് എന്നുള്ളത്. ദെൻ യൂണിറ്റ് 9-ലെ മറ്റൊരു ടോപ്പിക് ആണ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ഇൻ യൂറോപ്പ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. 85.7% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 10-ലെ മിഡീവൽ ആഫ്രിക്ക, മൊറോക്കോ, എത്യോപ്യ, ഗ്രേറ്റ് സിംബാബ്വെ എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 71.4% ആണ് പ്രോബബിലിറ്റി. ദെൻ ടീം 3-ലെ യൂണിറ്റ് 11-ലെ അസ്ഡെക്സ്, പൊളൈറ്റി, സൊസൈറ്റി ആൻഡ് ബിലീഫ്സ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 11-ലെ തന്നെ ഇൻകാസ്, സ്റ്റേറ്റ്, ഇക്കോണമി, ആർക്കിടെക്ചർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 12-ലെ പ്രീ ഇസ്ലാമിക് അറേബ്യ, സൊസൈറ്റി, റിലീജിയൻ, ക്യാമൽ നൊമാഡിസം, ലിറ്ററേച്ചർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57.1% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 13-ലെ റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് മോഡേൺ തിയറീസ്, മെക്കൻ ട്രേഡ്, നേറ്റിവിസ്റ്റ്, റിവിഷനിസ്റ്റ്,
ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, റൈസ് ഓഫ് ഇസ്ലാം മോഡേൺ തിയറീസ് എന്നുള്ളത്. ദെൻ യൂണിറ്റ് 14 ഉമയ്യദ്സ് ആൻഡ് അബ്ബാസിഡ്സ് കാലിഫേറ്റ് അഡ്മിനിസ്ട്രേഷൻ ദിവാൻസ് കോഡ് കൾച്ചർ എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 100% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 15 ഇസ്ലാമിക് സെക്സ് ആൻഡ് സൂഫിസം ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 85.7% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 16 അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57.1% ആണ് പ്രോബബിലിറ്റി. സോ ഇവിടെ നമ്മൾ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ലേ, കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്, 100% പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഒരു ക്വസ്റ്റ്യൻസും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹൈ കാറ്റഗറിയിലാണ് ഓരോ ടോപ്പിക് വരുന്നത് അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിലാണ് ഓരോ ടോപ്പിക്സും വരുന്നത് എന്ന് പറയുന്നത്, അത് എത്ര തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ളതിന്റെ ഒരു ബേസിൽ തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡീക്ലൈൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എയ്തർ 20 മാർക്കിന്റെ ലോങ് എസ്സേ ആയിട്ടും ഇനി സ്ലേവ് എക്കോണമിയെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 2024 ഈ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡീക്ലൈൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത്തേത് റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2021, ജൂൺ 2022, ജൂൺ 2024 ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ റോമൻ സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഡറിനെ, കലയുടെ ഒരു പങ്ക് എന്തായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ദെൻ തേർഡ് വൺ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓർ ക്രിസ്ത്യനൈസേഷൻ എന്നുള്ളത് 20 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2021, ഡിസംബർ 2022, ഡിസംബർ 2023, ജൂൺ 2024 4 പേപ്പറിലും ചോദ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യനൈസേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻഡം എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ ക്രൈസിസ് ഓഫ് ലേറ്റ് റോമൻ എംപയർ, ജൂൺ 2022, ഡിസംബർ 2023, ജൂൺ 2024 ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ഫിഫ്ത്ത് വൺ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൽ എസ്സേ ആയിട്ട് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പം ഫീച്ചേഴ്സ്, ഫ്യൂഡലിസത്തിന്റെ ഫീച്ചേഴ്സ്, കോമ്പണൻസ്, ലോർഡ് ബാസിൽസ്, ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്സിൽ നിന്നും എസ്സേസ് വന്നിട്ടുണ്ട്. ജൂൺ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ജൂൺ 2025 എസ്സേ ആയിട്ടും ഡിസംബർ 2021 ഷോർട്ട് നോട്ട് ആയിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഫേസസ് ആൻഡ് ഡീക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ളതാണ്. ഇപ്പൊ ഡിസംബർ 2021, ഡിസംബർ 2022, ജൂൺ 2025 ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ ഈ ഒരു ഫ്യൂഡലിസത്തിന്റെ ഡിഫറെന്റ് ഫേസസിനെ കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് എന്നുള്ളതാണ്. ഇപ്പം പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആർട്ടിസൻസ് എന്നുള്ളത്. ഇപ്പം 20 മാർക്കിന്റെ ലോങ് എസ്സേ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈൻ മേക്കിംഗ്, ഗ്ലാസ് ഇൻഡസ്ട്രി, ആർട്ടിസൻ കണ്ടീഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ടോപ്പിക്സ് ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നെ 8th വൺ യൂറോപ്യൻ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 2024, ജൂൺ 2025 ഇങ്ങനെ 6 പേപ്പേഴ്സിലും കാണാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ട്രേഡ് പാറ്റേൺ, ക്രെഡിറ്റ്, ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് സച്ച് ആസ് ജ്യൂസ് ആൻഡ് അർമേനിയൻസ് ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നയൻത് വൺ ആഫ്രിക്ക, മൊറോക്കോ, എത്യോപ്യ, ഗ്രേറ്റ് സിംബാബ്വെ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആഫ്രിക്ക, മൊറോക്കോ, എത്യോപ്യ, ഗ്രേറ്റ് സിംബാബ്വെ എന്നുള്ളതൊക്കെ. ദെൻ 10th വൺ അസ്ബെക്സ്. ഇപ്പൊ ജൂൺ 2023, ജൂൺ 2024, ജൂൺ 2025 അസ്ബെക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജൂൺ പേപ്പേഴ്സിലാണ്
അസ്ഡെക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അസ്ഡെക്സിന്റെ സൊസൈറ്റി, ബിലീഫ്, പൊളൈറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇങ്കാസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഡിസംബർ പേപ്പേഴ്സിലാണ്. ഡിസംബർ 2021, ഡിസംബർ 2022, ഡിസംബർ 2023 വന്നിട്ടുള്ളത്. അതിൽ ഇങ്കാസിന്റെ അച്ചീവ്മെന്റ്സ്, അവരുടെ ആർക്കിടെക്ചർ ഇതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അസ്ഡെക്സിനെ കുറിച്ചിട്ട് ജൂൺ പേപ്പറിലും ഇങ്കാസിനെ കുറിച്ചിട്ട് ഡിസംബർ പേപ്പറിലും ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് പ്രീ ഇസ്ലാമിക് അറേബ്യ. ക്യാമൽ നൊമാഡിസം, സോഷ്യൽ സ്ട്രക്ചർ, അറബിക് ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്സിൽ നിന്നും ഡിസംബർ 2022, ഡിസംബർ 2023, ജൂൺ 2024, ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് തിയറീസ്. അപ്പം പേപ്പറിലും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ആൻഡ് മിനി എസ്സേസ് ആയിട്ടും അഥവാ ഷോർട്ട് നോട്ട്സ് ആയിട്ടും നമ്മളുടെ എസ്സേസ് ആയിട്ടും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം മെക്കൻ ട്രേഡ്, നാറ്റിവിസ്റ്റ് ആൻഡ് റിവിഷനിസ്റ്റ് തിയറീസ് എന്നുള്ളതൊക്കെ മെയിൻ എസ്സേ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേറ്റിവിസ്റ്റ് തിയറി, ക്രൂസൈഡ്സ് എന്നുള്ളത് ഷോർട്ട് നോട്ട് ആയിട്ടും നമുക്ക് ഫോക്കസ് എടുക്കാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ദെൻ ഉമയ്യദ് ആൻഡ് അബ്ബാസിഡ് കാലിഫേറ്റും പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ഇസ്ലാമിക് സെക്ട്സ് ആൻഡ് സൂഫിസം എന്നുള്ളതും 6 പേപ്പറിൽ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡിസംബർ 2023 മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നത്. ദെൻ ലാസ്റ്റ് വൺ അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതും 4 പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് അഥവാ ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സിനാണ് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇവിടെ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ക്രാഫ്റ്റ്, ട്രേഡ്, ആഫ്രിക്ക, ഫ്യൂഡൽ സ്ട്രക്ചർ, റൈസ് ഓഫ് ഇസ്ലാം, കാലിഫേറ്റ്സ്, സെക്ട്സ് ആൻഡ് സൂഫിസം എന്നുള്ളത്. സോ ഈ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സിനെ ഏത് രീതിയിൽ പഠിക്കണം? അതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഫുൾ 400 വേർഡ് മോഡൽ ആൻസേഴ്സ് ഫോർ ഈച്ച് വിത്ത് ഹെഡിങ്സ് ആൻഡ് സബ് പോയിന്റ്സ് മാച്ചിങ് ഇഗ്നോ സ്റ്റൈൽ. ഈ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഫുൾ ആയിട്ടുള്ള 400 വേർഡ്സിൽ വരുന്ന മോഡൽ ആൻസേഴ്സ് എഴുതി വെക്കുക. അതിൽ കൃത്യമായിട്ടുള്ള ഹെഡിങ്സും ഇഗ്നോ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നുള്ള സബ് പോയിന്റ്സ് അല്ലെങ്കിൽ സബ് ഹെഡിങ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ രണ്ടാമത്തേത് യൂസ് ടീച്ച് ബാക്ക് മെത്തേഡ്. എക്സ്പ്ലെയിൻ ഈച്ച് ടോപ്പിക് അലൗഡ് ആസ് ഇഫ് എ ടീച്ചിങ് എ ഫ്രണ്ട്, ദെൻ റിഫൈൻ യുവർ നോട്ട്സ്. ടീച്ച് ബാക്ക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്സിനെയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. Then for third one, create a one-page concept map per topic cluster and revise this in last week. ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ ലാസ്റ്റ് ടൈമിൽ ആ ഒരു റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നതാണ് സ്ലേവ് മോഡ്, റോമൻ ആർട്ട്, ക്രൈസിസ് ഓഫ് എംപയർ, ഫ്യൂഡൽ ഫേസസ്, അസ്ഡെക്സ് ആൻഡ് ഇൻകാസ്, പ്രീ ഇസ്ലാമിക് അറേബ്യ, ക്രിസ്ത്യാനിറ്റി, അറബ് ട്രേഡ് എന്നുള്ളത്. സോ ഈ ഓരോ ടോപ്പിക്കിനെയും നിങ്ങൾ ഒരു 20 മാർക്കിന്റെ എസ്സേ ആയിട്ട് എഴുതുക. ഒരു 10 to 12 മിനിറ്റ്സിൽ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട നെയിംസ്, ഡേറ്റ്സ്, ടേംസ് ഒക്കെ ഫ്ലാഷ് കാർഡ് ആക്കി നിങ്ങൾ മാറ്റുക. സോ അതിലൂടെ ക്വിക്ക് റിവിഷന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് 1 കമ്പാരറ്റീവ് ആൻസർ ടു ഹാൻഡിൽ ഡിസ്കസ് ഓർ കമ്പയർ പ്രോബ്ലംസ്. അപ്പം ഡിസ്കസ് അല്ലെങ്കിൽ കമ്പയർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ കൂടുതൽ എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതി വെക്കാം. എക്സാമ്പിൾ നമ്മളുടെ അസ്ഡെക്സ് വേഴ്സസ് ഇൻകാസ്, സ്ലേവ് മോഡേഴ്സ് വേഴ്സസ് ലേറ്റർ കോളനൈറ്റ്, ഫ്യൂഡൽ ഫോം വേഴ്സസ് ഫ്യൂഡൽ ഡീക്ലൈൻ എന്നുള്ള രീതിയിലൊക്കെ അതിനെ കമ്പയർ ചെയ്ത് ആൻസേഴ്സ് തയ്യാറാക്കി വെക്കാം. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റോമൻ റിപ്പബ്ലിക്കൻ ഇക്കോണമി പ്ലസ് വൺ ഓഫ് സബ് ടോപ്പിക്സ് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ മാട്രിക്സ്. അതായത് റോമൻ റിപ്പബ്ലിക്കൻ ഇക്കോണമി എന്ന പോലെയുള്ള ലോ പ്രയോറിറ്റി ടോപ്പിക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ദെൻ ഒരു 150 to 200 വേർഡ്സിൽ അത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക, സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുക. ഇനി ഇൻ കേസ് നിങ്ങളിപ്പോൾ നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലാവാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ലോ പ്രയോറിറ്റിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിനെയും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊന്ന് സെറ്റാക്കി വെക്കുക. ദെൻ ഒരു റാപ്പിഡ് ആയിട്ട് ഫുൾ എസ്സേ എഴുതാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് വളരെ സ്കിം ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. BA ഹിസ്റ്ററി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, BHIC 104 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മിഡീവൽ വേൾഡ്. ടൈം 3 hours ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ
Answer any 5 questions in about 400 words each. Second one, attempt at least 2 questions from each section. Third one, all questions carry equal marks. Section 1 first question, theme 1 unit 4 analyze how political instability, military pressures, and economic strains combined to produce the crisis of late Roman Empire. In your view, which factor proved most decisive and why? Then second question, theme 2 unit 5 explain the form and the structure of feudalism in medieval Europe with reference to lord-vassal relations, seigneurial rights and obligations, and the position of peasants. How did these elements together define feudal society? Then third one, theme 2 unit 8 discuss the growth of craft production in medieval Europe, highlighting the main branches of craft activity and the organization of work within guilds. How did working conditions and the status of artisans reflect wider social and economic changes? Then fourth one, write short notes on any two of the following in about 200 words each. First topic theme 1 unit 2 എന്നുള്ളതാണ് economic significance of slave labor and the transition towards the colonage in the Roman Empire. Second topic theme 1 unit 2 നിന്ന് തന്നെയാണ് Roman art and architecture as expressions of power and civic identity. Then third one, theme 2 unit 7 നിന്നുമാണ് Christianization of Europe and the shaping of a unified Latin Christendom. Then fourth topic, theme 2 unit 6 നിന്നുമാണ് debates on the phases and decline of feudalism in Europe. Section 2 ആദ്യത്തെ question, compare the political and socio-economic formations of medieval Morocco, Ethiopia, and Zimbabwe, showing both common patterns and distinctive regional features. Theme 3 unit 10 നിന്നുള്ള ഒരു question ആണ്. Then second one, discuss the modern historiographical explanations for the rise of Islam, outlining at least 2 major theories and critically evaluating their strengths and limitations. Theme 4 unit 13 നിന്നുള്ള ഒരു question ആണ്. Then third one, examine the main features of Umayyad and Abbasid rule with particular reference to administration, taxation, and relationships with the provincial elites. How far did Abbasid policies transform the caliphal state that had developed under the Umayyads? Theme 4 unit 14 നിന്നുള്ള topic ആണ്. The last one, short notes ആണ്. First topic യൂണിറ്റ് 12 നിന്നുള്ള ടോപ്പിക് ആണ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ട്രൈബൽ ലീഡർഷിപ്പ് ഇൻ പ്രീ ഇസ്ലാമിക് അറേബ്യ. സെക്കൻഡ് ടോപ്പിക് ദ റോൾ ഓഫ് സൂഫി ഓർഡേഴ്സ് ഇൻ ഷേപ്പിംഗ് റിലീജിയസ് ലൈഫ് ആൻഡ് പോപ്പുലർ പൈറ്റി ഇൻ ദ ഇസ്ലാമിക് വേൾഡ്. യൂണിറ്റ് 15 നിന്നുള്ള ടോപ്പിക് ആയിരുന്നു. Then third one, Arab commercial links with the India and their impact on urban growth in the Indian Ocean region. Unit 16 നിന്നുള്ള question ആണ്. Then fourth one, unit 11 നിന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് റിലീജിയസ് ലൈഫ് ഓഫ് ദ അസ്ദക്സ്. ഇതാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഏത് രീതിയിലാണ് നിങ്ങൾ അത് എഴുതേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോൾഡറിൽ കാണാൻ പറ്റും. സോ അതെല്ലാവരും ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം 100% പ്രോബബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. സോ അതിലൂടെ ഓരോ ആൻസേഴ്സും നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസ് ചെയ്താൽ, വളരെ കൂളായിട്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാംസ് ചെയ്താൽ വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.